തജിക്കിസ്ഥാനിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഇസ്തറാവ്ഷാൻ എന്ന പട്ടണത്തിലെ കാഴ്ചകൾ കണ്ട ശേഷം ഖുജന്ദിലേക്കുള്ള യാത്രയാണിത്. നിരന്ന കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയുള്ള പാത. എന്റെ ഡ്രൈവർ ഇസ്ഫാൻ ഡിയർ താളാത്മകമായി വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല പാതയും നല്ല വാഹനവുമായതിനാൽ ഈ ദീർഘയാത്ര ഏറെ സുഖകരമാണ്. ഇത്ര നേരം പർവ്വതമേഖലയിലൂടെയായിരുന്നു കടന്നുവന്നത്. ഇപ്പോൾ തജിക്കിസ്ഥാന്റെ വടക്കൻ സമതല ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഖുജന്ത് ഉൾപ്പെടുന്ന വടക്കൻ മേഖലയുടെ പ്രത്യേകത. നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന ഗോതമ്പ് പാടങ്ങൾ. കൊയ്ത്ത് സീസണാണിപ്പോൾ. ജൂൺ അവസാനമാകുമ്പോഴേക്കും ഇവിടെ ഗോതമ്പ് പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞിരിക്കും. പരുക്കൻ മലമ്പ്രദേശങ്ങൾ ഏറെ പിന്നിലായി കഴിഞ്ഞു. ഇനി സമതല ഭൂമിയാണ്. വഴിയിലൊരിടത്ത് ഞാൻ വാഹനം നിർത്തിച്ചു. ഇവിടെ ഗോതമ്പ് പാടത്ത് വിളവെടുക്കുന്ന കാഴ്ച കാണാം. തജിക്കിസ്ഥാന്റെ ഇത്തരം പ്രദേശങ്ങളിലെല്ലാം കൃഷി പൂർണ്ണമായും യന്ത്രവൽകൃതമാണ്. സോവിയറ്റ് കാലത്തിന്റെ അവസാന ദശകങ്ങളിൽ തന്നെ ഇവിടെ കൃഷിയിടങ്ങളിൽ യന്ത്രങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്നു. തെല്ലൊരു പ്രാകൃതമായ യന്ത്രങ്ങളാണ് അന്ന് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവ ആധുനിക യന്ത്രങ്ങൾക്ക് വഴിമാറിക്കഴിഞ്ഞു. ഈ വടക്കൻ സമതലം തജിക്കിസ്ഥാന്റെ ധാന്യപ്പുരയാണ്. ഇസ്തറാവ്ഷാൻ മുതൽ ഖുജന്ത് വരെ നീളുന്ന പ്രദേശത്ത് 10,000-കണക്കിന് ഹെക്ടർ ഗോതമ്പ് പാടങ്ങളുണ്ട്. രാജ്യത്തിന്റെ മറ്റു മേഖലകളിലേക്കുള്ള ധാന്യാവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള കൃഷി ഇവിടെ നടക്കുന്നു. ഉയർന്ന പ്രദേശമായതിനാൽ ജലദൗർലഭ്യമാണ് ഇവിടുത്തെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതേസമയം ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഇവിടെയെന്ന പ്രത്യേകതയുമുണ്ട്. ഉസ്ബെക്കിസ്ഥാന്റെ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന തജിക് പ്രദേശമാണ് ഖുജന്ത് ഉൾപ്പെടുന്ന ഈ വടക്കൻ മേഖല. ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന പാതയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ പോയാൽ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തജിക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമാർന്നൊരു പ്രദേശം കൂടിയാണിത്. രാജ്യത്തിന്റെ ധാന്യപ്പുര മറ്റൊരു രാജ്യത്തിനുള്ളിൽ കിടക്കുന്നതുപോലെയാണ് അവർക്കിവിടം. ഭൂവിസ്തൃതിയുടെ 50% പർവ്വതങ്ങൾ നിറഞ്ഞ തജിക്കിസ്ഥാന് ആകെയുള്ള ആശ്വാസം ഈ നിരന്ന കൃഷിഭൂമി തന്നെയാണ്. പർവ്വതമേഖലയിൽ വളരെ ചെറിയ തോതിൽ മാത്രമേ കൃഷി നടക്കുന്നുള്ളൂ. അതേസമയം ഈ വടക്കൻ സമതലത്തിൽ 1 ഇഞ്ച് ഭൂമി പോലും പാഴാക്കാതെ കൃഷി ഇറക്കി വരികയാണ്. ഗോതമ്പാണ് തജിക്കിസ്ഥാന്റെ ഏറ്റവും പ്രധാന കൃഷി. കുറച്ചുകൂടി മുന്നോട്ടു പോകുമ്പോൾ കൃഷിയിടങ്ങളുടെ പച്ചപ്പ് കൂടിക്കൂടി വരുന്നതാണ് കാഴ്ച. പരുത്തി കൃഷി നടക്കുന്ന മേഖലയാണിത്. തജിക്കിസ്ഥാനിലെ കൃഷികളിൽ 2ാം സ്ഥാനം പരുത്തിക്കാണ്. ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി വസ്തുവും പരുത്തി തന്നെയാണ്. മുന്നിൽ ഒരു ലാദ കാർ നീങ്ങുന്നുണ്ട്, ഒരു സോവിയറ്റ് സ്മരണിക പോലെ. കൃഷിയിടങ്ങളിൽ പച്ചപ്പിന്റെ തീവ്രത കൂടുന്നത് ജലലഭ്യത കൂടുതൽ ഉള്ളതിന്റെ തെളിവ് കൂടിയാണ്. ഗോതമ്പും പരുത്തിയും കൃഷി ചെയ്യുന്ന പാടങ്ങൾ ഇടവിട്ടങ്ങനെ കാണാം. കുർക്കാത്ത് എന്നൊരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. കുർക്കാത്തിന്റെ ജനവാസ മേഖലയുടെ പുറത്തുകൂടിയാണ് ഹൈവേ. പുരാതന പേർഷ്യയിലെ ചക്രവർത്തിയായിരുന്ന സൈറസ് സ്ഥാപിച്ച പട്ടണം കുരിഷ്കതയാണ് ഇന്നത്തെ കുർക്കാത്ത് ആയതെന്ന് ചരിത്രം. ഇന്ന് കാർഷിക മേഖലയാണ് കുർക്കാത്ത്. കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ നീണ്ടുപോകുന്ന റെയിൽവേ ലൈൻ യാത്രയിൽ കാണാം. സോവിയറ്റ് കാലത്ത് ചില വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് സ്ഥാപിച്ച റെയിൽവേ ലൈനുകളാണിത്. തജിക്കിസ്ഥാന്റെ റെയിൽവേ ഇന്നും തീർത്തും ദുർബലമാണ്. വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. ഖാസ്നോക്ക് എന്ന ഗ്രാമമാണ് ഇത്. 10,000-ഓളം ആളുകൾ വസിക്കുന്ന ഖാസ്നോക്ക് ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ഇവിടം. ഖാസ്നോക്ക് പിന്നിടുന്നതോടെ നെൽവയലുകളാകുന്നു കാഴ്ച. കൈരാഖും റിസർവോയറിൽ നിന്നുള്ള വെള്ളമാണ് കൂടുതലായും ഈ വയലുകളിലേക്ക് എത്തുന്നത്. കൂടാതെ അങ്ങ് വിദൂരതയിൽ കാണുന്ന മലയുടെ ചെരുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. സൈർ ദരിയ എന്നറിയപ്പെടുന്ന നദിയാണത്. തജിക്കിസ്ഥാന് പുറമെ ഉസ്ബെക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ കൂടി ഒഴുകുന്ന 2000 കിലോമീറ്ററിലേറെ നീളമുള്ള നദിയാണത്. ഡഹ്മോയ് എന്ന പ്രദേശത്തുകൂടിയാണ് കടന്നുപോകുന്നത്. 10,000-ഓളം ആളുകൾ വസിക്കുന്നുണ്ട് ഡഹ്മോയിൽ. അവിടമെല്ലാം പിന്നിട്ട് വാഹനമിപ്പോൾ ഖുജന്തിന്റെ പ്രാന്തപ്രദേശത്ത് എത്തിയിരിക്കുന്നു. വലിയൊരു നഗരമാണ് ഖുജന്ത്. പട്ടണത്തിലെ സാധാരണ ജനങ്ങൾ വസിക്കുന്നത് ഇത്തരം പ്രാന്തഭാഗങ്ങളിലാണ്.
നേരം 6 മണിയായിട്ടുണ്ട്. ഒരു കോട്ടയുടെ മുന്നിലേക്കാണ് ഇസ്ഫാൻ വാഹനം എത്തിച്ചിരിക്കുന്നത്. ഖുജന്ദിലെ പ്രശസ്തമായ തിമൂർ മാലിക് ഫോർട്രസ് ആണിത്. ഖുജന്ദിൽ എന്റെ ആദ്യ സ്റ്റോപ്പ് ഇതാണ്. രാവിലെ തലസ്ഥാനമായ ദുഷാൻബെയിൽ നിന്നും തുടങ്ങിയ യാത്രയാണ്. കോട്ടയുടെ മുന്നിൽ അതിവിശാലമായ ഒരു ഉദ്യാനം. ഉദ്യാനത്തിന്റെ ഒരതിരിൽ മറ്റൊരു മനോഹര മന്ദിരമുണ്ട്. ഇത് ഇവിടുത്തെ ഓപ്പറ ഹൗസാണ്. സോവിയറ്റ് കാലത്തും അതിനുശേഷവും വിഖ്യാതമായ ഓപ്പറകൾക്കും കൺസേർട്ടുകൾക്കും വേദിയായിട്ടുള്ള ഓപ്പറ ഹൗസ്. 1940കളിലാണ് ഇത് നിർമ്മിതമായത്. സ്വാതന്ത്ര്യാനന്തരം ഓപ്പറ ഹൗസ് ഒന്ന് പുതുക്കി പണിതിരുന്നു. ഖുജന്ത് തജിക്കിസ്ഥാന്റെ തന്നെ സാംസ്കാരിക തലസ്ഥാനമാണ്. ഭരണപരമായ തലസ്ഥാനം ദുഷാൻബെ ആണെങ്കിലും കലകളുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രസ്ഥാനം ഇവിടം തന്നെ. BC 6-5 നൂറ്റാണ്ടുകളിൽ തന്നെ ഇവിടെ വിപുലമായൊരു കോട്ട ഉണ്ടായിരുന്നു എന്നാണ് പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്. സിൽക്ക് റൂട്ടിലൂടെയുള്ള വാണിജ്യം പുഷ്കലമായിരുന്ന കാലത്ത് ഈ മേഖലയിലെ ഒരു പ്രധാന ശക്തികേന്ദ്രമായിരുന്നു ഖുജന്ത് ഫോർട്രസ്. തിമൂർ മാലിക് എന്ന ധീരയോദ്ധാവ് 13-ാം നൂറ്റാണ്ടിൽ ഇവിടം കേന്ദ്രമാക്കി മംഗോൾ സൈന്യത്തെ ചെറുത്തുനിന്നതിനു ശേഷമാണ് ഈ കോട്ട തിമൂർ മാലിക് ഫോർട്രസ് എന്നറിയപ്പെട്ടു തുടങ്ങിയത്. സുഗത് മേഖലയുടെ ഹിസ്റ്റോറിക് മ്യൂസിയമാണ് ഇപ്പോൾ കോട്ട. ഞാൻ അതിൻ്റെ അകത്തേക്ക് നടന്നു. വലിയൊരു മേഖലയുടെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും വിവരിക്കുന്ന മ്യൂസിയമാണ് ഇതിനുള്ളിലുള്ളത്. പക്ഷേ അകത്ത് കടന്നപ്പോഴാണ് വീഡിയോഗ്രാഫി അനുവദിക്കില്ല എന്നറിയുന്നത്. ജീവനക്കാർ തടഞ്ഞതിനെ തുടർന്ന് ഞാൻ അവിടെ നിന്നുമിറങ്ങി കാറിൽ കയറി വീണ്ടും യാത്ര തുടരുകയാണ്. സുന്ദരമായൊരു നഗരമാണ് ഖുജന്ത്. സോവിയറ്റ് നാളുകളിൽ ലെനിനാബാദ് എന്നാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത്. 1991-ൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും തജിക്കിസ്ഥാൻ സ്വതന്ത്രമായതിനെ തുടർന്ന് ഖുജന്ത് എന്ന പഴയ നാമം നഗരത്തിന് വീണ്ടും നൽകുകയായിരുന്നു. പേർഷ്യൻ രാജാവായിരുന്ന മഹാനായ സൈറസ് തന്നെയാണ് ഖുജന്ത് പട്ടണവും സ്ഥാപിച്ചത്. BC 329-ൽ മാസിഡോണിയയിലെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ പട്ടണത്തിലുണ്ടായിരുന്ന ഗ്രീക്കുകാരുടെ സംരക്ഷണത്തിനായി ഇവിടെ ഒരു കോട്ട നിർമ്മിച്ചുവെന്നും ചരിത്രരേഖകളുണ്ട്. ഞങ്ങളുടെ വാഹനം ഒരു മാർക്കറ്റ് ഏരിയയിലേക്ക് എത്തി. മാർക്കറ്റിൽ റംസാന്റെ തലേനാളത്തെ തിരക്ക്. ധാരാളം കച്ചവടക്കാർ. തണ്ണിമത്തനും പഴങ്ങളും പലഹാരങ്ങളും തുണിത്തരങ്ങളുമെല്ലാം വിൽപ്പനയ്ക്കുണ്ട്. റംസാന്റെ തലേനാളത്തെ സന്ധ്യയാണ്. ഗ്രാമത്തിൽ നിന്നെത്തിയ ആളുകൾ തിരക്കിട്ട ഷോപ്പിംഗിലാണെന്ന് തോന്നും. ഖുജന്തിന്റെ പ്രാന്തങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും സർവീസ് നടത്തുന്ന മിനി ബസ്സുകൾ നിരന്നു കിടക്കുന്നു. നിയതമായ സമയക്രമമൊന്നുമില്ലാതെ യാത്രക്കാർ നിറഞ്ഞാൽ ഉടനെ പുറപ്പെടുന്ന ബസ്സുകൾ. ഇക്കാണുന്ന മാർക്കറ്റ് അഫ്ഗാൻ ബസാർ എന്നാണ് അറിയപ്പെടുന്നത്. ഖുജന്തിലെ പോക്കറ്റടിക്കാരുടെ കേന്ദ്രം എന്നൊരു ദുഷ്പേര് അഫ്ഗാൻ ബസാറിനുണ്ട്. അഫ്ഗാൻ ബസാർ പിന്നിടുന്നതോടെ വിശാലമായ ഒരു ചത്തുരത്തിലേക്ക് എത്തുകയായി. ഷെയ്ഖ് മുസ്ലിഹിദ്ദീൻ മോസ്കിന് മുന്നിലുള്ള ചത്തുരമാണ്. പാൻഷാൻബെ ബസാർ സ്ക്വയർ എന്നാണ് ഈ ചത്തുരത്തിന് പേര്. അടുത്ത കാലത്ത് നവീകരിച്ച ഒരു ചത്തുരമാണ്. അതിന്റെ ഒരറ്റത്ത് ഷെയ്ഖ് മുസ്ലിഹിദ്ദീൻ മോസ്ക്. മോസ്കിന്റെ മരതക നിറമാർന്ന താഴികക്കുടം ഒരു കാഴ്ചയാണ്. തെരുവിൽ കണ്ട തിരക്കൊന്നും സ്ക്വയറിലില്ല. കുട്ടികൾ കളിക്കുന്നു. മോസ്കിന് സമീപമായി ഷെയ്ഖ് മുസ്ലിഹിദ്ദീൻ മുസോളിയവും സ്ഥിതി ചെയ്യുന്നു. ഞാൻ ആ സ്ക്വയറിലേക്ക് ഇറങ്ങി. പച്ചക്കറിയും പഴങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും പലഹാരങ്ങളും എല്ലാം വിൽക്കുന്ന കച്ചവടക്കാർ ഇന്ന് ഉച്ചവരെ നിരന്നിരുന്നിരുന്ന ഒരു സ്ക്വയർ തന്നെയാണ് ഇതെന്നാണ് എന്റെ ഗൈഡ് ഷഹബാസ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അവരെല്ലാം ഒഴിഞ്ഞുപോയിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ നേരത്ത് കച്ചവടക്കാരെയെല്ലാം ഒഴിപ്പിച്ച് സ്ക്വയർ കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. വർഷത്തിൽ ഏതാനും ദിവസം മാത്രമേ ഈ സ്ക്വയർ ഇങ്ങനെ തിരക്കൊഴിഞ്ഞ് വൃത്തിയിൽ കാണാനാവൂ എന്നാണ് ഷഹബാസ് പറയുന്നത്. നാളെ റംസാൻ നമസ്കാരം നടക്കുന്നത് ഈ സ്ക്വയറിലായിരിക്കും. നിസ്കാരത്തിൽ പങ്കുകൊള്ളാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുക. അതിനു മുന്നോടിയായി ഇന്നു തന്നെ ചത്തുരം വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ആളുകൾ ഷോപ്പിങ്ങിന് ശേഷം വീടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പാൻഷാൻബെ ബസാറിന്റെ മുഖമണ്ഡപം. അത് ഒരു കലാശില്പം പോലെ ഉയർന്നങ്ങനെ നിൽക്കുന്നു. മുഖമണ്ഡപം കടന്നാൽ അതിവിശാലമായ ഒരു ഇൻഡോർ മാർക്കറ്റിലേക്കാണ് എത്തുക.
മുറ്റവും പരിസരവുമെല്ലാം ജ്യൂസ് കച്ചവടക്കാരും നാനും മധുരപലഹാരങ്ങളും വിൽക്കുന്നവരും കൈയടക്കിയിരിക്കുന്നു. തജിക്കിസ്ഥാന്റെ തനതു വിഭവങ്ങൾ മുതൽ ടർക്കിഷ് പലഹാരങ്ങൾ വരെ ഇതിലുണ്ട്. നാനിന്റെ കച്ചവടമാണ് ഇവിടെ. തജിക്കുകളുടെ പ്രധാന ഭക്ഷണം ഈ നാനാണ്. അതിനൊപ്പം മാംസവിഭവങ്ങളോ പച്ചക്കറിയോ ഉണ്ടാകും. വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന മിക്കവരും നാനും വാങ്ങിയിരിക്കും. അത്താഴമാണത്. ഒരു നാൻ 1-2 പേർക്ക് കഴിക്കാം. അതായത് ഒരു ചെറിയ കുടുംബത്തിന്റെ അത്താഴത്തിന് 2 നാൻ ധാരാളമായിരിക്കും. ഞാൻ പാൻഷാൻബേ മാർക്കറ്റിനകത്തേക്ക് കയറി ചെന്നു. വലിയ തിരക്കില്ല. ഷോപ്പിംഗ് കഴിഞ്ഞ് അവസാനത്തെ ആളുകളും മടങ്ങുന്ന നേരം. നാളെ റംസാൻ ആയതിനാൽ നേരം ഇരുട്ടുന്നതിനു മുൻപ് തന്നെ ആളുകൾ സാധനങ്ങൾ വാങ്ങി മടങ്ങിക്കഴിഞ്ഞു. സാധാരണ ദിനങ്ങളിൽ വൈകുന്നേരമാകുമ്പോൾ ഇവിടം ജനങ്ങളെ കൊണ്ട് നിറയുന്നതാണ് പതിവെന്ന് ഷഹബാസ് പറഞ്ഞു. അപൂർവം കച്ചവടക്കാരെ ഇപ്പോൾ ഇവിടെയുള്ളൂ. അവർ തന്നെ ഇന്നത്തെ കച്ചവടം അവസാനിപ്പിക്കാനുള്ള തിരക്കിലാണ്. 1000 വർഷമായി ഖുജന്ദിലെ മാർക്കറ്റ് പ്രശസ്തമാണ്. അതിനു മുൻപ് സിൽക്ക് റൂട്ടിലൂടെ എത്തിയിരുന്ന ഉൽപ്പന്നങ്ങളുടെ വലിയൊരു വിപണി ഖുജന്ത് പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. സോവിയറ്റ് കാലത്ത് 1960കളിലാണ് പാൻഷാൻബേ മാർക്കറ്റിനെ ഈ വിധം ക്രമീകരിച്ചത്. പഴങ്ങളും നാനും മാത്രമാണ് ഇന്ന് വൈകുന്നേരം ഇവിടുത്തെ പ്രധാന കച്ചവടം. ഇന്നത്തേക്ക് മാത്രമല്ല, നാളത്തേക്ക് കൂടിയുള്ള നാൻ വാങ്ങിയാണ് ആളുകൾ മടങ്ങുക. ഒരു ഭാഗത്ത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ കച്ചവടമാണ്. പക്ഷേ എല്ലായിടത്തു നിന്നും ആളുകൾ ഏറെക്കുറെ ഒഴിഞ്ഞുകഴിഞ്ഞു. നാൻ കച്ചവടക്കാരികൾ മാത്രം ഇത് വിറ്റുതീരുന്നതുവരെ കാത്തിരിക്കുകയാണ്. പലതരം മത്തങ്ങകളാണ് ഒരു ഭാഗത്തെ കച്ചവടം. ഖുജന്ദിൽ പേർഷ്യൻ ഭരണകാലത്ത് തന്നെ പാൻഷാൻബേ മാർക്കറ്റ് നിലവിലുണ്ടായിരുന്നു എന്നാണ് രേഖകൾ. പാൻഷാൻബേ എന്ന പേർഷ്യൻ വാക്കിനർത്ഥം വ്യാഴാഴ്ച എന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും ഖുജന്ദിൽ തിരക്കേറിയ ഒരു മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നു. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മാർക്കറ്റ് കെട്ടിടത്തിന്റെ പിൻഭാഗത്തേക്കാണ് ഞാൻ ഇറങ്ങുന്നത്. പിൻഭാഗത്തെ കവാടവും തുറക്കുന്നത് ഒരു തെരുവിലേക്കാണ്. മാർക്കറ്റിന് പുറത്തുള്ള ചില സ്റ്റാളുകളിൽ വിൽപ്പന വസ്തു എണ്ണയാണ്. സൂര്യകാന്തി എണ്ണ. പാൻഷാൻബേ ബസാറിനെയും അഫ്ഗാൻ ബസാറിനെയും വേർതിരിക്കുന്ന തെരുവാണിത്. 2 മാർക്കറ്റുകളിൽ നിന്നും ഇറങ്ങുന്ന ആളുകളുടെ തിരക്കാണ് തെരുവിലെങ്ങും. ഇവിടെ നിൽക്കുമ്പോൾ ഖുജന്ദിലെ സാധാരണ മനുഷ്യരെ കാണാം. അവരുടെ രൂപവും വസ്ത്രവും ശ്രദ്ധിക്കാം. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും രീതികൾ കാണാം. ഇതാണ് ഖുജന്ത് മേഖലയിലെ തജിക്കുകളുടെ രൂപഭാവങ്ങൾ. ഉസ്ബെക്കുകളുമായി ഏറെ സാദൃശ്യമുണ്ട് ഈ മനുഷ്യർക്ക്. പക്ഷേ ഇവരൊന്നും ഉസ്ബെക്കുകളല്ല. ഖുജന്ദിലെ ജനസംഖ്യയിൽ 92% തജിക്കുകളാണ്. 4% മാത്രമേയുള്ളൂ ഉസ്ബെക്കുകൾ. പരമ്പരാഗതമായി കൃഷിയും കച്ചവടവുമാണ് ഖുജന്ദിലെ ആളുകളുടെ ജീവിതമാർഗങ്ങൾ. പട്ടണത്തിന്റെ പ്രാന്തങ്ങളിലും ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലും സ്വന്തം കൃഷിയിടങ്ങളിൽ വിളയുന്ന വിഭവങ്ങളുമായി അവർ ഖുജന്ദിന്റെ മാർക്കറ്റുകളിലേക്ക് എത്തുന്നു. വേനൽക്കാലത്ത് ഇത്തരം രാജ്യങ്ങളിൽ രാത്രി 9 മണിവരെയും വെയിൽ ഉണ്ടാകും. പക്ഷേ ഇനിയും കാഴ്ചകളിലേക്ക് പോകേണ്ടെന്ന തീരുമാനത്തിലാണ് ഞാൻ. തല ഉയർത്തി നിൽക്കാൻ പറ്റാത്തത്ര ക്ഷീണമുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ വിമാനത്തിലിരുന്ന് ചെറുതായി ഒന്ന് മയങ്ങിയതേയുള്ളൂ. യാത്ര പുറപ്പെടുന്നതിന് മുൻപുള്ള 2-3 ദിവസങ്ങളിലും കാര്യമായി ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ ചെന്ന് ഉറങ്ങണമെന്നാണ് ചിന്ത. ഹോട്ടലിലേക്കുള്ള യാത്രയിൽ വലിയൊരു നദിയെ ക്രോസ് ചെയ്യുന്നു. സൈർ ദരിയ നദിയാണിത്. പുരാതന കാലത്ത് ഇവിടെ ഒരു ജനവാസ കേന്ദ്രം വികസിച്ചു വരുന്നതിന് കാരണമായതു തന്നെ ഈ നദിയാണ്. ഫെർഗാന താഴ്വരയെ ആകെ തന്നെ ഫലഭൂയിഷ്ടമാക്കുന്ന നദിയാണ് സൈർ ദരിയ. മുന്നിൽ ഇടതുവശത്ത് കാണുന്ന ആ ചുവന്ന കെട്ടിടമാണ് എനിക്ക് താമസിക്കാനുള്ള ഹോട്ടൽ. ഈ പ്രദേശത്തെ ഏറ്റവും നല്ല ഹോട്ടലുകളിൽ ഒന്നിലാണ് അംബുരാജ എനിക്ക് വേണ്ടി മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഖുജന്ത് ഡീലക്സ് ഹോട്ടൽ. ഹോട്ടലിന് മുന്നിൽ കാറിൽ നിന്നിറങ്ങി.
പ്രശാന്ത സുന്ദരമായ ഒരു പ്രദേശത്താണ് ഹോട്ടൽ. അന്തരീക്ഷത്തിൽ നല്ല തണുപ്പുണ്ട്. വലിയ തിരക്കും ബഹളവുമില്ലാത്ത ശാന്തമായൊരു പ്രദേശം. 1000 രൂപ മുതൽ വാടകയ്ക്ക് നല്ല ഹോട്ടൽ മുറികൾ ലഭ്യമാകും തജിക്കിസ്ഥാനിൽ. ലോബിയിലേക്ക് കയറി. അല്പം ആഡംബരത്വമുള്ള സംവിധാനങ്ങൾ. എനിക്ക് റൂം കീ തന്നു. പരിചാരകൻ എന്നെ 4ാം നിലയിലുള്ള മുറിയിലേക്ക് നയിക്കുകയാണ്. ഒരു സ്യൂട്ട് റൂമാണ് എനിക്കായി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4500 ഇന്ത്യൻ രൂപയാണ് ഇതിന്റെ ദിവസവാടക. 2500 രൂപ മുതൽ വാടകയുള്ള സിംഗിൾ റൂമുകൾ ഈ ഹോട്ടലിൽ ലഭ്യവുമാണ്. അതിദീർഘമായ യാത്രയുടെ ക്ഷീണം ഞാൻ കട്ടിലിലേക്ക് ഇറക്കി വെച്ചു. പിറ്റേന്ന് രാവിലെ എൻ്റെ മുറിയുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. അതിവിശാലതയിൽ വ്യാപിച്ചു കിടക്കുന്ന ഖുജന്ത് പട്ടണം. പട്ടണത്തിന് നടുവിലൂടെ സൈർ ദരിയ നദി ഒഴുകുന്നു. ഹോട്ടലിൽ നിന്നുമിറങ്ങി 2 ബ്ലോക്ക് നടന്നാൽ നദിയുടെ കരയിലെത്താം. അതിനപ്പുറം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. നദിയുടെ വടക്കുഭാഗത്താണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലുള്ളത്. നദീതീരം മുതൽ ഒരു മലഞ്ചെരിവ് വരെയും ജനവാസ കേന്ദ്രങ്ങളാണ്. നദിക്കക്കരെയാണ് നഗരത്തിന്റെ ഹൃദയഭാഗം. വലിയ മന്ദിരങ്ങളും മറ്റും അവിടെ കാണുന്നു. വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം അവിടെയാണ്. ഇക്കരെയാകട്ടെ ജനവാസ കേന്ദ്രങ്ങളുടെ ശാന്തത. അതിന് നടുവിലാണ് എൻ്റെ ഹോട്ടൽ. 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരമാണ് ഖുജന്ത്. 1.25 ലക്ഷം ജനം ഇവിടെ വസിക്കുന്നു. തജിക്കിസ്ഥാനിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമാണ് ഇത്. പിന്നിൽ അക്കാണുന്ന പർവ്വതനിര വരെയാണ് ഖുജന്ത് നഗരം വ്യാപിച്ചു കിടക്കുന്നത്. ഞാൻ ഹോട്ടലിന്റെ റിസപ്ഷനിൽ ചെന്ന് കീ തിരികെ നൽകി റൂം ചെക്കൗട്ട് ചെയ്തു. കൗണ്ടറിലുണ്ടായിരുന്നവർ ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. റെസ്റ്റോറന്റിൽ പഴങ്ങളും പുഴുങ്ങിയ കിഴങ്ങുമെല്ലാമായി ചെറിയ രീതിയിൽ പ്രാതൽ. അതിമനോഹരമായൊരു ഹോട്ടലാണ് ഖുജന്ത് ഡീലക്സ്. പുതിയൊരു ഹോട്ടൽ. ആകർഷകമാണ് ഇതിലെ സജ്ജീകരണങ്ങളെല്ലാം. ഒറ്റ രാത്രി അന്തിയുറങ്ങാൻ മാത്രമാണ് ഞാൻ ഈ ഹോട്ടലിലേക്ക് എത്തിയത്. പ്രാതലിലൂടെ ഇന്നത്തേക്കുള്ള ഊർജം സംഭരിച്ച് പുറത്തേക്ക് നടന്നു. ഇന്നിനി ദീർഘമായൊരു യാത്ര തന്നെയുണ്ട്. അംബുരാജയും ഷഹബാസും യാത്രയ്ക്കൊരുങ്ങി ഇറങ്ങി വരുന്നു. ഞങ്ങളുടെ വാഹനം ഹോട്ടലിന് മുന്നിൽ തന്നെയുണ്ട്. ഡ്രൈവർ ഇസ്ഫാൻ ഡിയർ ലഗേജെല്ലാം അടുക്കി വണ്ടി ക്ലീൻ ചെയ്ത് ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ യാത്ര തുടങ്ങി. ആദ്യകാലം മുതലേ തികച്ചും ശാന്തമായൊരു നഗരമായിരുന്നു ഖുജന്ത്. ആഭ്യന്തര കലാപകാലത്ത് മാത്രമാണ് ഇവിടെ ആ സമാധാന അന്തരീക്ഷം തകർന്നത്. രാജ്യം സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വതന്ത്രമായി 1 വർഷത്തിനു ശേഷം അധികാരത്തിലേറിയ ഇമോം അലി റഹ്മനോവ് തന്നെയാണ് ഇപ്പോഴും തജിക്കിസ്ഥാന്റെ പ്രസിഡന്റ്. ഒട്ടൊരു സ്വേച്ഛാധിപത്യ രീതിയിൽ ഭരണം തുടരുന്ന പ്രസിഡന്റിനെതിരെ രാജ്യത്ത് കലാപമുയർത്തിയ ഏക നഗരമെന്ന പ്രത്യേകതയാണ് ഖുജന്തിനുള്ളത്. ഗഗാറിൻ സ്ട്രീറ്റിലൂടെയാണ് ഞങ്ങളുടെ വാഹനം നീങ്ങുന്നത്. വലതുവശത്ത് ഒരു ഉദ്യാനവും അതിനപ്പുറത്തുകൂടി സൈർ ദരിയ നദി ഒഴുകുന്നതും കാണാം. കുറുകെയുള്ള പാലത്തിലേക്ക് കയറുമ്പോഴാണ് നദി എത്ര വിശാലവും ജലസമൃദ്ധവുമാണെന്ന് കാണാനാവുന്നത്. മുകൾ ഭാഗത്ത് ഒരു റിസർവോയറുണ്ട്. അതിൽ നിന്നും ക്രമമായി ജലം തുറന്നുവിടുന്നതിനാൽ ഈ ഭാഗത്ത് സൈർ ദരിയ എപ്പോഴും സമൃദ്ധമായിരിക്കും. കിർഗിസ്ഥാനിലെ ടിയാൻഷാൻ പർവ്വതത്തിൽ നിന്നുമാണ് സൈർ ദരിയ ഉത്ഭവിക്കുന്നത്. 2212 കിലോമീറ്റർ നീളുന്ന പ്രയാണത്തിനിടെ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ എന്നിവിടങ്ങളിലെ നിരവധി പട്ടണങ്ങളിലൂടെ ഇത് കടന്നുപോകുന്നു. ഖുജന്ത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ട്, കസാക്കിസ്ഥാനിലെ തുർക്കിസ്ഥാൻ, റഷ്യയുടെ ബൈക്കനൂർ എന്നീ പട്ടണങ്ങൾ അതിൽ ചിലതു മാത്രം. നദി കടന്ന് ഗഗാറിൻ സ്ട്രീറ്റിലൂടെ യാത്ര തുടരുകയാണ്. സോവിയറ്റ് യൂണിയനിലെ അംഗരാജ്യങ്ങളിലെല്ലാം ഒരു കാലത്ത് ഹീറോ ആയിരുന്നു യൂറി ഗഗാറിൻ. അതുകൊണ്ട് തന്നെ പഴയ സോവിയറ്റ് നാടുകളിലെ മിക്ക പട്ടണങ്ങളിലും ഗഗാറിന്റെ പേരിലുള്ള 1-2 തെരുവുകളുണ്ടാകും. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കാലത്ത് തജിക്കിസ്ഥാൻ എന്ന കൊച്ചു രാജ്യത്തിന് പോലും അഭിമാനിക്കാനുള്ള വക നൽകിയ ആളാണ് ആദ്യ ബഹിരാകാശ യാത്രികനായ യൂറി ഗഗാറിൻ.
ഗഗാറിൻ സ്ട്രീറ്റിലൂടെ നഗരത്തിന് പുറത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. കൈരാഖും എന്നു പേരുള്ള റിസർവോയർ കാണണം. തജിക് സീ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിര് കാണാത്ത വിധം അത്രയും വിശാലമാണ് ആ റിസർവോയർ. ഇന്ന് റംസാൻ ദിനമാണ്. റംസാന്റെ പ്രഭാതത്തിൽ തജിക്കിസ്ഥാനിലെ അത്ഭുതങ്ങൾ കാണുന്നതിനായി ഞാൻ സഞ്ചാരം തുടർന്നു.